ഫുട്ബോൾ ലോകത്തെ യഥാർത്ഥ ഗോഡ്ഫാദർ ആരാണ്? അതിനുള്ള കൃത്യമായ ഉത്തരമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ബ്രസീൽ ജപ്പാൻ പോരാട്ടം. തോൽവിയുടെ അരികിൽ നിന്ന്, നാണക്കേടിന്റെ കറുത്ത നിഴലിൽ നിന്ന് 5 തവണ ലോക ചാമ്പ്യന്മാരായ കാനറിപ്പടയെ വിജയത്തിലേക്ക് നയിച്ച ആ മാസ്റ്റർ ബ്രെയിൻ മറ്റാരുമല്ല, ഡോൺ കാർലോ ആൻസലോട്ടി. ഹൂസ്റ്റണിലെ ടെക്സസ് സ്റ്റേഡിയം സാക്ഷിയായ ആ ത്രില്ലർ പോരാട്ടത്തിൽ ജപ്പാൻ ബ്രസീലിനെ തുടക്കത്തിൽ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ചരിത്രം തിരുത്താൻ ഉറച്ചു വന്ന ജപ്പാന്റെ നെഞ്ചകം തകർക്കുകയായിരുന്നു പിന്നീട് കാനറികൾ. മത്സരത്തിന്റെ തുടക്കത്തിൽ ബ്രസീൽ ആരാധകർ അക്ഷരാർത്ഥത്തിൽ നിശബ്ദരായിപ്പോയി. ഡിഫൻഡർ ഡാനിയിലോ വരുത്തിയ ഒരു മാരക പിഴവ്. പന്ത് ചെന്ന് കിട്ടിയത് ജപ്പാന്റെ അപകടകാരിയായ കൈഷു സനോയ്ക്ക്. ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ അലിസൺ ബക്കറെ പൂർണ്ണമായി നിഷ്പ്രഭമാക്കിക്കൊണ്ട് സനോയുടെ ഒരു ലോങ് റേഞ്ച് ബുള്ളറ്റ് ഷോട്ട് ബ്രസീലിന്റെ വല തുളച്ചു. ജപ്പാൻ മുന്നിൽ 34-കാരനായ സനോയ്ക്ക് മുന്നിൽ ബ്രസീലിന്റെ മിഡ്ഫീൽഡ് അക്ഷരാർത്ഥത്തിൽ കിതക്കുകയായിരുന്നു. ആദ്യ പകുതി അവസാനിക്കാൻ വിസിൽ മുഴങ്ങുമ്പോൾ 5 വട്ടം ലോകം കീഴടക്കിയ ബ്രസീൽ വലിയൊരു നാണക്കേടിന്റെ വക്കിലായിരുന്നു. ആദ്യ പകുതിയിൽ കസേമിറോ കളിയിൽ പതറുന്നത് കണ്ട് എല്ലാവരും വിചാരിച്ചു ആൻസലോട്ടി ഇടവേളയിൽ അദ്ദേഹത്തെ മാറ്റുമെന്ന്. കാരണം അത്രത്തോളം സമ്മർദ്ദത്തിലായിരുന്നു അദ്ദേഹം. പക്ഷേ ഡോൺ കാർലോയ്ക്ക് തൻ്റെ പഴയ റയൽ മാഡ്രിഡ് പടയാളിയെ നന്നായി അറിയാമായിരുന്നു. വിവേകത്തോടെ അദ്ദേഹം കാസ്മീറോയെ കളത്തിൽ തന്നെ നിലനിർത്തി. ഇടവേള കഴിഞ്ഞ് കൃത്യം 11-ാം മിനിറ്റിൽ ഗബ്രിയേൽ നൽകിയ ഒരു മനോഹരമായ കൃത്യതയാർന്ന ക്രോസ് വായുവിൽ ഉയർന്നുകൊണ്ട് കസമീറ തൊടുത്ത ആ പവർഫുൾ ഹെഡർ ജപ്പാന്റെ വലകുലുക്കി. ബ്രസീൽ സമനില പിടിച്ചു. അതാ അവിടെ കളി മാറി മറിഞ്ഞു. കാനിർപ്പടിക്ക് ജീവൻ തിരിച്ചു കിട്ടിയ നിമിഷമായിരുന്നു അത്. കളിയുടെ സമയം അവസാനിക്കുന്നു. കളി എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പിച്ച നിമിഷം. 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിന്റെ 5-ാം മിനിറ്റിലേക്ക് കളി കടക്കുന്നു. അതെ, 96-ാം മിനിറ്റ്. അവിടെയാണ് ആൻസലോട്ടി തന്റെ അടുത്ത തുറപ്പ് ചീട്ടായ ഗബ്രിയേൽ മാർട്ടിനെല്ലിയെ കളത്തിലേക്ക് ഇറക്കുന്നത്. ജാപ്പനീസ് ഡിഫൻസിലെ ഒരു കൂട്ടപ്പൊരിച്ചിൽ. അതിനിടയിൽ നിന്ന് ബ്രൂണോ ഗുയിമറേസ് നൽകിയ ആ മാന്ത്രിക പാസ് ബോക്സിലേക്ക് ചീറിപ്പാഞ്ഞു വന്ന കാനറി വിങ്ങർ മാർട്ടിനെല്ലി ജാപ്പനീസ് ഗോൾ കീപ്പർ സിയോൺ സുസുക്കിയെ വെറും ഒരു കാഴ്ചക്കാരനാക്കി പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് പന്തടിച്ചു കയറ്റി. ജാപ്പനീസ് ഹൃദയങ്ങൾ തകർന്ന നിമിഷം. ബ്രസീൽ 2-1 ജപ്പാനെ അക്ഷരാർത്ഥത്തിൽ അവിടെ ഞെട്ടിക്കുകയായിരുന്നു. കളി അവിടെ അവസാനിക്കുകയുമായിരുന്നു. മത്സരത്തിനു മുൻപ് ജപ്പാന്റെ ഭാഗത്തു നിന്ന് വലിയ മൈൻഡ് ഗെയിമുകൾ ഉണ്ടായിരുന്നു. ടെഗ്ഫുസ കുബോയെ പോലുള്ള താരങ്ങൾ ചരിത്രം തിരുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ കാർലോ ആൻസലോട്ടി ആ മൈൻഡ് ഗെയിമുകളിലൊന്നും വീണില്ല. ഫുട്ബോളിലെ ഏറ്റവും മികച്ച തന്ത്രജ്ഞൻ താൻ തന്നെയാണെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. കാനറിപ്പട ഇതാ പ്രീ ക്വാർട്ടറിലേക്ക്